ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ലൈം സോഡയാണ്. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഒരു സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന ഒരു ലൈം സോഡയാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ലൈം സോഡ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലൊരു ചെറിയ ഗ്ലാസ്സാണ്. ഈ ഒരു രീതിയിലെ ചെറിയ ഗ്ലാസ് തന്നെ വേണമെന്നില്ല, ഇത്രയും വലിപ്പത്തിലുള്ള ഒരു ചെറിയ ഗ്ലാസ് മതിയാവും. അപ്പോൾ അത് സ്റ്റീലിലുള്ളതായാലും പ്ലാസ്റ്റിക്കിലുള്ളതായാലും ഒന്നും ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പോൾ ഇത്രയും വലിപ്പമുള്ള ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി കുറച്ച് മസാല കൂട്ടൊക്കെ ഒന്ന് നിറയ്ക്കണം. ലൈം സോഡ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് നാരങ്ങ ജ്യൂസാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ജ്യൂസാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് അത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതാണ്. അങ്ങനെയാണ് 1 ടീസ്പൂൺ ജ്യൂസ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മിൻറ്റ് ജ്യൂസാണ്. അപ്പോൾ അതും ചേർക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ. ഇത് ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്കസാണ്. ബേസിൽ സീഡ്സ് അതുകൂടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടിയാണ്, അതും ചേർക്കുകയാണ്. നമ്മളിനി ഈ മസാലയിൽ ഫൈനലായിട്ട് ചേർക്കുന്നത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ എത്രത്തോളം മധുരം നമുക്ക് വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഈ ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് വേണം നമ്മളിത് ചേർക്കാനായിട്ട്, ഈ ഒരളവിൽ. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് നിറയുന്നത് പോലെയാണ് ഞാനിപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ജ്യൂസ് ഇങ്ങനെ നിറച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മസാല കൂട്ടിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ ലൈം സോഡയിലേക്ക് ചേർക്കേണ്ട മസാലക്കൂട്ട് ഇതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുന്നതാണ് നമ്മളിത്. പക്ഷേ ഈ പുതിനയുടെ ജ്യൂസും ഇഞ്ചിയുടെ ജ്യൂസൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കേണ്ടത് സോഡയാണ്. സാധാരണ ഇത് തയ്യാറാക്കുന്നത് ഇൻസ്റ്റൻറ്റ് സോഡ മേക്കർ യൂസ് ചെയ്തിട്ടാണ്. അതിലാകുമ്പോഴത്തേക്ക് നല്ല ഗ്യാസ് ഉണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ടാണ് സാധാരണ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് റെഡിമെയ്ഡായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിലൊരല്പം ഗ്യാസ് കുറവാണ്. ഇനി വേണ്ടത് നമ്മുടെ ഈ മസാലക്കൂട്ട് ഇതിലേക്ക് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ മസാലക്കൂട്ട് ഇടുന്ന ടൈമിൽ ഇത് നല്ലതുപോലെ ഇങ്ങനെ പൊങ്ങിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ ഇതിങ്ങനെ പൊങ്ങിക്കളയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് വൃത്തികേടാവും. അതിൻ്റെ പേരിൽ ഞാൻ ഇച്ചിരി വലിയൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഞാൻ സോഡയും നിറച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ഇടുകയാണ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ സോഡ കിട്ടുന്നത്. കുറച്ചുകൂടി നമ്മൾ നിറയെ നമ്മൾ സോഡ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിക്കളയും. അങ്ങനെയാണ് സാധാരണ സ്ട്രീറ്റിലൊക്കെ നമുക്ക് കടകളിൽ കിട്ടുന്നത്. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അത് കാണുമ്പോൾ തന്നെ അത് വാങ്ങി കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നും. ആ ഒരു ഭംഗി കണ്ടിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലെ പുതിയ വരത്തൻ സോഡയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കൊരു സ്പെഷ്യൽ അനുഭവം തന്നെയായിരിക്കും ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.